സാധാരണഗതിയിൽ ഉമ്മയെപ്പറ്റി പറയുമ്പോൾ കണ്ണ് നനയുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമെല്ലാം. ഉമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ വൈകാരികമായി പലതും കാടുകയറി ചിന്തിച്ചു പോകുന്നവരാണ്. കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എന്നാൽ കടപ്പാട് കൊണ്ട് പ്രിയപ്പെട്ടവരെ എത്ര തന്നെ കടപ്പെട്ടാലും അതൊരിക്കലും എവിടേക്കും എത്താത്ത വിധം കടപ്പാടുള്ള ആളുകളാണ് നമുക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ അതിൽ സുപ്രധാനമാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, മതാഫില്, കഅബാലയത്തിന്റെ മതാഫില് ഒരു സംഭവം ഉണ്ടായില്ലേ ഇബ്നു ഉമറിന്റെ കാലത്ത് അല്ലേ? ഒരു മനുഷ്യൻ തന്റെ ഉമ്മനെ ഇങ്ങനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യുന്ന ഒരു സംഭവം. തവാഫ് ചെയ്യുമ്പോ ഞാൻ എന്റെ ഈ യാത്രക്കാരിക്ക് ഏറ്റവും നല്ല ജമലായി, നല്ലൊരൊട്ടകമായി ഞാനിതാ അതിനെ താങ്ങി നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ പണിയെടുക്കുകയാണെന്നുള്ളൊരു കവിത അയാൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അത് അദ്ദേഹം കണ്ട സമയത്ത് ഈ തവാഫ് നമുക്കൊക്കെ കാണാൻ സാധിക്കും. പല മക്കളും ഉമ്മനെ ഈ വീൽ ചെയറിൽ കൊണ്ടുപോകാൻ ഭാഗ്യം ലഭിച്ചവരെന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാഗ്യം ലഭിച്ച ആ വീൽ ചെയറിലേക്ക് ആ ഉമ്മനെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി മത്താഫിലെ ദൂരം കുറഞ്ഞ ആ മത്താഫിലൂടെ അവർക്ക് പോകാൻ കഴിയില്ല. എന്നിട്ട് ഉമ്മക്ക് വേണ്ടിയിട്ട് അവര് നടക്കുകയാണ്. ആ നടക്കുന്ന ചിലരിൽ പലരും സ്ത്രീകളാണ്, ആ നടക്കുന്ന ചിലരിൽ പലരും പുരുഷന്മാരാണ്. അവരൊക്കെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ചില ആളുകൾ ഉമ്മനെ അതുപോലെ തന്നെ ചുമലിൽ ഇങ്ങനെ കയറ്റിയിട്ട് മത്താഫിലൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. രണ്ട് കണ്ണുനീരാ നേരം വരും. ഒന്ന് നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ, രണ്ടാമത്തത് എന്താ, എന്തൊരു സ്നേഹ, എത്ര പുണ്യമാണ് ഈ മതാഫിൽ നിന്ന് ആ മനുഷ്യൻ വാരിക്കൂട്ടുന്നത് എന്ന അസൂയാവഹമായ ആ വൈകാരിക ചിന്തയും നമ്മളിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ആള് ചോദിച്ചു, ഉമ്മയോടുള്ള ഹക്ക് ഇതിലൂടെ എനിക്ക് തീരൂലേ എന്ന് ചോദിച്ച സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ? സഹോദരാ, നിന്റെ ഉമ്മ നിനക്ക് ഗർഭം ചുമന്ന് നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ചെയ്ത ഒരു നിശ്വാസത്തിന്, ഒരു ശ്വാസനിശ്വാസത്തിന് പകരമായിട്ടില്ല നിന്റെ ഈ പണി മുഴുവനുമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അവര് വേദനയോടെ വേർപ്പുമുട്ടി വലിച്ച ആ ഒരു ശ്വാസത്തിന് പകരമായിട്ടില്ല അത്രയത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത്രയും കടപ്പാടുണ്ട്, അത്രയും പരിഗണിക്കാനുണ്ടവരെ.